ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിലോമീറ്ററുകളോളം നീണ്ട നിരയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ദുരിതയാത്ര അനുഭവിക്കുകയാണ് ജനം. പൊട്ടിപ്പൊളിഞ്ഞ പാതയിലൂടെ, തകർന്ന റോഡിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യാനും നികുതി കൊടുക്കുകയാണ് ജനം. സുരക്ഷിതവും സുഖകരവുമായ യാത്ര സ്വപ്നങ്ങളിൽ മാത്രമാണെന്ന് പരാതി പറയുകയാണ് ജനം. ദുരന്ത പാതകളായി മാറുകയാണ് ദേശീയപാതകൾ. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഞങ്ങൾ സേലം പെരുന്തുറ 2 മണിക്കൂർ 3 മണിക്കൂർ മേളിലായി. ആഹാരം പോലും കഴിച്ചില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. ആകെപ്പാടെ എന്ത് കാണിക്കുക, താഴെ ഇതിലെല്ലാം വണ്ടി ഇറക്കി വിട്ടേക്കും. പുറകിൽ ആ വണ്ടിക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നു. 3 மணிலேருந்து இன்னும் இல்லை சாப்பிடல சைடு போட இடம் இல்லையே. ബാത്റൂമിന്റെ ഇതൊന്നും സജ്ജീകരണമൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ വീട്ടിലേക്കാണ് പോയേക്കണത്. നമ്മൾ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്ഥിരം അനുഭവിക്കുന്നത് ഇപ്പൊ സ്ത്രീകൾ നോക്കിയാൽ അവരെ പ്രാഥമിക കർമ്മം പറ്റാണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടികളുണ്ട്. പിന്നെ കുറെ നേരെ ഡ്യൂട്ടിക്ക് പോണ വഴിയാണ്. ഇപ്പോഴാ ഡ്യൂട്ടിക്ക് എത്തുന്ന സമയമൊക്കെ കഴിഞ്ഞു. ആലുവ രാജഗിരിയിലേക്ക് പോണത് ആശുപത്രിയിലേക്ക് 12 മണിക്ക് ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്താണതാ. എല്ലാവരും പോലീസുകാർ നിൽക്കേണ്ടി ശരിക്കും കൺട്രോൾ ചെയ്യുന്നവരെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്.